വിനയം എന്ന് പറയുന്നത് മനുഷ്യനെ വല്ലാതെ ഉയർത്തും. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. അതിന്റെ മനുഷ്യരൂപം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. വിനയത്തിന്റെ മനുഷ്യരൂപമാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ആർക്കും സംസാരിക്കാൻ പറ്റും, ആർക്കും ഒപ്പം നടക്കാൻ പറ്റും. പ്രായമായപ്പോ ചെറിയ പ്രായത്തിന്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഉസ്താദിന്റെ യുവത്വം എന്നൊക്കെ പറയണത് അത്ര ഒരു വിനയമുള്ള മനുഷ്യൻ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ മനുഷ്യൻ വിനയത്തിന്റെ മനുഷ്യരൂപം എന്ന് പറയാം. അതന്നെയാണ് ഉയർച്ചയുടെ കാരണവും. മുമ്പ് ഞാന് ഒരിക്കൽ പറയണ്ടായി, 20-ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖത്തീബും ഖാദിയുമായി. അങ്ങനെയൊക്കെ ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദ് അങ്ങനെ പറയലുണ്ട്, 20-ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖാദിയും ഖത്തീബുമായി എന്ന് പറയലുണ്ട് എന്ന് പറഞ്ഞു. അത് ഔദ്യോഗികമാണ്, അനൗദ്യോഗികം 17-ാമത്തെ വയസ്സിലാണ്. ഔദ്യോഗികം 20-ാമത്തെ വയസ്സിലാണ്, അനൗദ്യോഗികമായിട്ട് 17-ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ. ഈ ജന്മനാട്ടിൽ എന്നുള്ളടത്ത് അടിയിലൊരു വരടുണ്ടാണ്. ശരിക്കും കാലിന്റെ അടിയത്തെ മണ്ണ് പോയിട്ട് പിന്നെ തലന്റെ മേലെ കുറെ മണ്ണുണ്ടായിട്ട് എന്താ വരും എന്നുള്ളത്. ജന്മനാട്ടിൽ 17-ാമത്തെ വയസ്സ് മുതൽ ഖത്തീബും, 20-ാമത്തെ വയസ്സ് മുതൽ ഔദ്യോഗികമായി ഖാദിയും, മരിക്കോൾ അങ്ങനെ തന്നെ എന്നതാണ് ഷെയ്ഖുൽ ജാമിഅ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന നമ്മുടെ ഉസ്താദ്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ അള്ളാഹു തആല ഭാഗ്യം നൽകട്ടെ. എത്ര ശിഷ്യന്മാരാ! ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ നല്ലത് പറയുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ സ്വീകാര്യനാണ് എന്നതിന്റെ തെളിവാകുന്നു എന്നതാണ്. ആർക്കെങ്കിലും നല്ലതല്ലാത്ത മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്നതാണ് പ്രശ്നം. ഒന്നും പറയല, നല്ലതല്ലാത്തവർ ഒന്നും പറയണ്ടാവില്ല എന്നതാണ് എല്ലാവരിൽ നിന്നും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ പ്രത്യേകമാക്കുന്ന ഘടകം. നല്ല ഇസ്സത്തുള്ള മനുഷ്യൻ, നന്നായി വസ്ത്രം ധരിക്കും. ഞാൻ അങ്ങനെ വസ്ത്രം ധരിക്കുന്ന വേറൊരാളെ പിന്നെ കണ്ടത് അസ്ഹരി തങ്ങൾ പാപ്പാനാണ്. നന്നായി വസ്ത്രം ധരിക്കും. രോഗത്തിൽ കിടക്കുന്ന സമയത്തും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ഡ്രസ്സ് മാറ്റി തലപ്പാവ് ധരിച്ച് കോട്ടൊക്കെ ഇട്ടിട്ടാണ് പേരയിലിരിക്കുക അസ്ഹരി തങ്ങൾ പാപ്പ. അങ്ങനെ നന്നായി വസ്ത്രം ധരിക്കുന്ന അക്കാലത്ത് അങ്ങനത്തെ തലയെക്കെട്ട് ആലിക്കുട്ടി ഉസ്താദിനുള്ളവരായിരിക്കില്ല. അന്ന് മറ്റുള്ള ആലിമീങ്ങളുടെ ഒക്കെ കെട്ട് മോശാക്കാൻ വേണ്ടി പറയല്ല, മറ്റുള്ള ആളുകളുടെ ഒക്കെ കെട്ട് വേറെ കെട്ട്. അങ്ങനെ മനോഹരമായ ഒരു കെട്ട് അക്കാലത്ത് ആലിക്കുട്ടി ഉസ്താദിന് മാത്രമേ ഉള്ളൂ. പിന്നെ പല നിലക്കുള്ള തലകെട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്നത് ആലിക്കുട്ടി ഉസ്താദിന് മാത്രം അവകാശപ്പെട്ടതാണ്. മനോഹരമായ വാലോടുകൂടിയുള്ള ഗരിമയുള്ള ആ തലപ്പാവ്. ഈ മനുഷ്യന്മാർക്ക് ചില ഇസ്സത്തുകളുണ്ട്. സിയ്യ് അതിൽ വളരെ പ്രധാനമാണ്. ഓരോ മനുഷ്യനും ആ മനുഷ്യനോടനുസരിച്ച സിയ്യ് വേഷം സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിബി തങ്ങൾ പാപ്പാനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാലിഹ്യങ്ങളുടെ മദ് പറയുന്നത്, സാലിഹ്യങ്ങളുടെ മനാഖിബ് പറയുന്നത് ഒന്ന് അതേമാതിരി ആവാനാണ്. വിനയം ഞമ്മക്കും ഉണ്ടാക്കാനൊക്കെ പറ്റും. അത് കൈയെടുത്ത് വാങ്ങേണ്ട സാധനമൊന്നുമല്ല, ഞമ്മക്ക് ഉണ്ടാക്കാൻ പറ്റിയ തന്നെയാണ്. സിയാദത്ത് വാങ്ങാൻ കിട്ടൂല, സയ്യിദാവുക എന്നത് വാങ്ങാൻ കിട്ടൂല. ആലിമാവുക, ആബിദാവുക, ദ്വാക്കിജാബത്തുള്ള ആളാവുക, ഇതൊക്കെ മനുഷ്യനെ അധ്വാനിച്ചാൽ നേടാം. നുബുവത്ത്, നബി കുടുംബത്തിൽ പെടുക, ഇതൊന്നും ഇപ്പൊ നമുക്ക് കിട്ടിയവർക്ക് കിട്ടി, അല്ലാത്തവരിഞ്ഞിപ്പോ ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ട് പാസ്സായാലൊന്നും കിട്ടുന്നില്ല. ഇൽമും സിയാദത്തും ഒരാളിൽ ഒരുമിച്ച് കൂടുക എന്നത് വലിയ അലങ്കാരമാണ്. ഒരാൾ ആലിമുമായി, അയാൾ സയ്യിദുമായി, അയാൾക്ക് വിലായത്തും കൂടി ഉണ്ടെങ്കിലോ. അതിനാണ് നമ്മൾ ഈ മലയാളത്തിൽ സാധാരണ പത്രം മാറ്റി എന്നൊക്കെ പറയല്. സിയാദത്തുണ്ട്, സയ്യിദുമായി, ആലിമുമായി, അദ്ദേഹത്തിന് വിലായത്തുണ്ടായി എന്നൊക്കെ. എന്നാൽ എല്ലാ നിലയിലും മഹത്വമുള്ള ഒരാളായി ആ മനുഷ്യൻ മാറി എന്നുള്ള മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന് ആലിമാവുക, ആബിദാവുക തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് സാലിഹ്യങ്ങളുടെ മനാഖിബ് പറയുന്നത് ഒന്നത് ജീവിതത്തിൽ പകർത്താനാണ്. രണ്ടാമത്തത് നമ്മുടെ ഖൽബുകൾക്ക് ചില ഉറപ്പുകൾ കിട്ടുമെന്നാണ്. പൂർവികന്മാരായ ആളുകളെ പഠിച്ചാൽ മനസ്സിന് ചില ഉറപ്പ് കിട്ടും. നിയ്യത്തുറക്കുക എന്ന് പറയും. അത് ചില താരീഖുകൾ പഠിച്ചാൽ ലഭിക്കുമെന്നാണ്. വലിയൊരുനാക്കി നമ്മൾ ഉലഹിയത്തറക്കും. ആ ഉലഹിയത്തറക്കണേന്റെ നീയത്ത് ഖൽബിലാണ്ട് ഉറക്കണമെങ്കിൽ
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ മിനയുടെ ചെരുവിലേക്ക് അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ താരീഖ് കൽബിക്കട് വരണം. ഉംറക്ക് പോയാല് തവാഫ് കഴിഞ്ഞതിന് ശേഷം സയ്യിന് വേണ്ടി പോകും. സയ്യിന് പോകുമ്പോ പച്ച ലൈറ്റിന്റെ ഇടയില് ചെറിയൊരു ഓട്ടുണ്ട്. ആ ഓട്ടം കണ്ട് മട്ടത്തിലുണ്ടാവണമെങ്കിൽ ഹാജറ ബി റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിച്ചാണ്ട് ഓടിയത് കൽബിക്കണ്ട് വരണം. അപ്പൊ മനസ്സിന് ചില ഉറപ്പുകൾ ലഭിക്കാൻ മുൻഗാമികളുടെ താരീഖുകൾ സഹായകമാകുമെന്നാണ്. ഞമ്മക്ക് ചില മനസ്സുറപ്പ് കിട്ടും. ഞമ്മളെ വാപ്പാനെ പറ്റി പഠിച്ചാൽ, ഓരോരുത്തരും അവനെ വാപ്പാനെ പറ്റി പഠിച്ചാൽ ഒരു മനസ്സുറപ്പ് കിട്ടും എന്നാണ്. കാരണം നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും നമ്മളെ വാപ്പ. ഞാൻ മാപ്പിള LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. മാപ്പിള LP സ്കൂൾ പറഞ്ഞാല് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല, ശനിയാഴ്ച ഉണ്ടാവും, വെള്ളി ഞായറാണ് ഒഴിവുണ്ടാവുക. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചെറിയ കുട്ടിയായിരുന്നെന്ന് നേരത്തെ ജുമയ്ക്ക് പോയിരുന്നു. അങ്ങനെ ഒരു 9 മണിക്കൊക്കെ വെള്ളിയാഴ്ച ജുമയ്ക്ക് എത്തിയാല് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയെ ആൾക്കാര് 3 അൽക്കഫ് കഴിഞ്ഞിട്ട് അൽക്കഫിന്റെ ശേഷമുള്ള ആ സ്വലാത്ത് അബുൽ ഹസൻ അലി നിഷാദുരി റളിയല്ലാഹു അൻഹുയിലേക്ക്, അവരുടെ ശ്രേണിയിലേക്ക്, പരമ്പരയിലേക്ക് ചേർക്കപ്പെട്ട ആ സ്വലാത്ത് ഇങ്ങനെ അയിത്തെ ഹിസ്ബ് യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയിലെ ഹിസ്ബ് ഇങ്ങനെ ചെല്ലൽ തുടങ്ങിയിട്ടുണ്ടാവും. 3 അൽക്കഫ് കഴിഞ്ഞിട്ട് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയെ മനുഷ്യന്മാരുണ്ടാവും. നമ്മളെ വാപ്പ നമ്മളെക്കാൾ നേരത്തെ ജുമയ്ക്ക് പോയിരുന്നു. നമ്മളെ വല്ലിപ്പ അതിനേക്കാൾ നേരത്തെ ജുമയ്ക്ക് പോയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയുള്ള നമ്മളെപ്പോഴാ ജുമയ്ക്ക് പോയത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച കിട്ടും. ഓരോരുത്തരും അവനെ പറ്റി ആലോചിച്ചാൽ മതി, മറ്റുള്ളവരെ പറ്റി ആലോചിക്കണ്ട. അതുകൊണ്ടിട്ട് കാര്യമില്ല. നമ്മളിന്ന് വെള്ളിയാഴ്ച എപ്പോഴാണ് ജുമയ്ക്ക് പോയത്? നമ്മളെ വാപ്പ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പോകാത്ത ആയുസ്സിൽ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പനിയായിട്ട് കിടന്നപ്പോഴേക്കാരം, അല്ലാതെ ഉണ്ടാവില്ല. നമുക്കിന്ന് പനിയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. നേരം വയ്ക്ക് പനി ഉണ്ടായി ഇപ്പം ഇങ്ങോട്ട് വരില്ലല്ലോ. പനി ഉണ്ടായിട്ടല്ല, അത്രയൊക്കെ മതിയെന്ന് കരുതിയതാണ്. മുൻഗാമികളെ പഠിച്ചാൽ കൽബിനൊരു ഉറക്കിട്ടും. വല്ലിപ്പാനെ പഠിച്ചാല് ഈ ദിനേറെ ഉറപ്പിട്ടും. വല്ലിപ്പാനെ പഠിച്ചാല് നമ്മളെ വല്ലിപ്പ അതിന്റെ മുമ്പ് ജുമയ്ക്ക് പോയിരുന്ന ആളാണ്. കഞ്ഞിയിൽ വറ്റു തിരഞ്ഞിരുന്ന കാലത്തും ഇബാദത്തിനൊരു കുറവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. റബീഉൽ അവ്വലാഞ്ഞ് വരുന്നത്, കഞ്ഞിയിടാൻ പറ്റില്ലാത്ത ആ സമയത്തും റബീഉൽ അവ്വലിൽ മൗലിദ് ഓതാതെ അവരുടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല. നമുക്ക് റബീഉൽ അവ്വൽ എത്തരണം കഴിഞ്ഞു പോയി. ആരെ മൗലിദ് ഓതി? മൗലിദ് താബ് ആരോടൊക്കെ ഉള്ളത്? അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ മുൻഗാമികളെ പഠിച്ചാൽ രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന അമലുകൾക്ക് ഒരു ഉറപ്പിട്ടുന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാവുമെന്നാണ്. ഗൗസുൽ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ സന്താന പരമ്പരയാണ്. സയ്യിദ് അവറുകൾ ബാപ്പാന്റെ ഗുണം ഉണ്ടാവും പേരക്കുട്ടിക്ക്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ ബാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി എന്നുള്ളത് വല്ലിപ്പയാണ്. പിന്നെന്താ ആ പേരിട്ടാൻ കാരണം? വല്ലിപ്പാന്റെ ഗുണം ഉണ്ടായതുകൊണ്ട്. പാരമ്പര്യ ഗുണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നാണ്. പാരമ്പര്യ ഗുണം. ആലിമിന്റെ മകൻ ആലിമാകൽ എളുപ്പമായിരിക്കും. നേതാവിന്റെ മകൻ നേതാവാകൽ എളുപ്പമായിരിക്കും. ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ്സുകാരനാവൽ എളുപ്പമായിരിക്കും. ഹാഫിദിന്റെ മകൻ ഹാഫിദാകൽ എളുപ്പമായിരിക്കും. മുദരിസിന്റെ മകൻ മുദരിസാകൽ എളുപ്പമായിരിക്കും. അതിനെയാണ് പാരമ്പര്യ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തത് പാരമ്പര്യ ഗുണത്തെ മനസ്സിലാവലാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാക്കാൻ മുൻഗാമികളായ ആളുകളുടെ താരീഖുകൾ പഠിച്ചാൽ മനസ്സിലാകും. എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറിനുള്ളൂ. എല്ലാവർക്കും ഒരു കൊല്ലത്തിന് 365 ദിവസം തന്നെയുള്ളൂ. തങ്ങൾ പാപ്പാക്കും അത്ര തന്നെ ഉള്ളൂ, ഞമ്മക്കും അത്ര തന്നെ ഉള്ളൂ, ആലിക്കുട്ടിസ്ഥാനും അത്ര തന്നെ ഉള്ളൂ. 24 മണിക്കൂറിൽ ഏറെ ഒരു ദിവസത്തിൽ ഉണ്ടായതുകൊണ്ടൊന്നല്ല തങ്ങൾ പാപ്പി ആലിക്കുട്ടി ഉസ്താദും എല്ലാ വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയത് നമ്മൾ ഓതാത്തോ. ഇന്ന് വെള്ളിയാഴ്ച ഉള്ള ഒന്ന് ആലോചിച്ച് നോക്കുക, അവനെ പറ്റി ആലോചിച്ച് നോക്കുക. വെള്ളിയാഴ്ച ഒരാൾ അൽക്കഫ് സൂറത്ത് ഓതിയാൽ അത് അടുത്ത വെള്ളിയാഴ്ച വരെ അവന് പ്രകാശമായിരിക്കുമെന്നാണ്. നൂർ, പ്രകാശം. നൂർ എന്നത്, പ്രകാശം എന്നത് ഈമാനിന്റെ സിംബലാണ്. ഈമാനിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കാണ് നൂറ്, പ്രകാശം എന്നത്. ഒരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാനാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു വെള്ളിയാഴ്ചയിൽ അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെയല്ലാതെ മരണപ്പെടുകയില്ല എന്നാണ് വെള്ളിയാഴ്ചയിലെ അൽക്കഫ് നൂറായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആകെ മനുഷ്യന് പേടിയുള്ളത് ഈമാന്റെ കാര്യത്തിൽ മാത്രമാണ്. വേറൊക്കെ നടന്നോളൂ.
വേറൊക്കെ നടന്നോളും. ആകെ പേടിയുള്ളത് ഈമാന്റെ കാര്യത്തിൽ മാത്രമാണ്. ഈമാന്റെ സുരക്ഷയാണ് വെള്ളിയാഴ്ചയിലെ അൽക്കൗഫ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദിവസം തന്നെ 24 മണിക്കൂറിനെ ഉണ്ടായിട്ടുള്ളൂ. മൂപ്പർക്കൊക്കെ എന്താ ഓതിക്കൂടെ? മൂപ്പർക്ക് ഒരു ദിവസം 26 മണിക്കൂറല്ലേ എന്ന് വിചാരിക്കണ്ട. മൂപ്പർക്കും 24, ഞമ്മക്കും 24, എല്ലാവർക്കും 24. വേണമെന്ന് കരുതിയാൽ നേരം ഉണ്ടാവും, നേരം ഇല്ലാന്ന് കരുതിയാൽ നേരം ഉണ്ടാവില്ല. ഓല് വേണമെന്ന് കരുതി, അതുകൊണ്ട് നേരം ഉണ്ടായി. നമ്മൾ നേരം ഇല്ലാന്ന് കരുതി, അതുകൊണ്ട് നമുക്ക് നേരമില്ല. എന്നെ സംഗതി. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം നമ്മളെവിടെ എത്തിയില്ല എന്ന് മനസ്സിലാവും എന്നതാണ്. ഗൗസുൽ സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ജീവിക്കുന്നത്. 470 ഹിജ്റ 470, ഏകദേശം 1500 അഥവാ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മഹാനവർകൾ ജീവിക്കുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുള്ള വ്യാപാരിയാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. വിലായത്തിൽ വലിയ സ്ഥാനം നേടിയത് ഒരു പണിയില്ലാതെ ഒഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴൊന്നല്ല, വലിയ കച്ചവടക്കാരനാ. സ്വന്തമായി ചരക്ക് കപ്പലുള്ള കച്ചവടക്കാരൻ. ഒരു സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ വെച്ചാൽ കപ്പലൊന്നും വേണ്ടി വരില്ലല്ലോ. ഒരു സൂപ്പർ മാർക്കറ്റിക്ക് സാധനം കൊണ്ടുവരാൻ കപ്പൽ വേണ്ടല്ലോ. സ്വന്തമായി ചരക്കു കപ്പലുള്ള കച്ചവടക്കാരനായിരുന്നു. 65 വർഷം റസൂലുള്ളാഹി കച്ചവടം ചെയ്തിട്ടുണ്ട്. അതന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മളെവിടെ എത്തിയില്ല എന്ന് മനസ്സിലാവും. വെള്ളിയാഴ്ച കഴിഞ്ഞ റമദാന്, അതിന്റെ മുമ്പത്തെ റമദാന്, അതിന്റെ മുമ്പത്തെ റമദാന്, കഴിഞ്ഞ ഈ റമദാന്റെ മുമ്പത്തെ റമദാനോ അതിന്റെ മുമ്പത്തെ റമദാനും ഒക്കെ റമദാനിൽ 30 നോൽമ്പുണ്ടായിരുന്നു. 30 അപ്പൊ 30 നോൽമ്പ് കിട്ടിയേക്കിന് 30ാമത്തെ തറാവി കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു ഒപ്പമുള്ള ആളോട്, അൽഹംദുലില്ലാഹ്, സംഗതി ഈ കൊല്ലം ഏതായാലും മുതലായി പറഞ്ഞു. എന്തേന്ന് വെച്ചാൽ 30 നോൽമ്പ് കിട്ടിയില്ലേന്ന്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാ തോന്നും സ്വർഗത്തിൽ സ്ഥലം തികയാൻ ഒരു സാധ്യതയില്ല. കാരണം 30 നോൽമ്പ് കിട്ടിയതല്ലേ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേനുള്ള ഒരു ആലോചനയാണത്. അങ്ങനെ വരെ ചെന്നിട്ട് കുട്ടികളെ ബുക്ക് ഇങ്ങനെ നോക്കിയപ്പോ അതിലുണ്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ താരീഖ്.